السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ നാം ഒരു പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ നേരിലാണ്. വിശ്വാസിയുടെ ആത്മീയ ചൈതന്യം വർദ്ധിപ്പിക്കാനും പാപങ്ങൾ കഴുകിക്കളയാനും ലഭിച്ച സുവർണാവസരം. ഈ മാസത്തിൽ നാം പതിവാക്കേണ്ട കർമ്മങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമതായി നമുക്ക് ചെയ്യേണ്ട കാര്യം നിയ്യത്താണ്. നോമ്പ് നോൽക്കുന്നതിന് മുമ്പ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിക്കിൽ തറാവീഹിന് ശേഷം നാളത്തെ നോമ്പിൻ്റെ നിയത്ത് വെക്കുക, തലേത്തെ തറാവീഹ് നിസ്കാരത്തിന് ശേഷം, അല്ലെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന് സുബ്ഹി ബാങ്കിന് മുമ്പ് അത്തായത്തിന് മുമ്പ് എന്താക്കും നിയത്ത് വെക്കും. അതാണ് ഏറ്റവും മഹത്വം. ആ നിയത്തുണ്ടെങ്കിൽ മാത്രമേ നോമ്പായി പരിഗണിക്കുകയുള്ളൂ. എന്താണ് നിയത്ത്? നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാൻ ഹാദിഹി സനതി ലില്ലാഹി തആല. അള്ളാഹുവിന് വേണ്ടി ഈ വർഷത്തെ റമളാനിലെ ഫർളായ നോമ്പ് നാളെ അനുഷ്ഠിക്കാൻ ഞാൻ കരുതി. ഇനി രണ്ടാമതായി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? തറാവീഹ് നിസ്കാരത്തിന് ശേഷമുള്ള തസ്ബീഹ്. തറാവീഹിലെ ഓരോ 2 റക്അത്തിന് ശേഷവും ഈ ദിക്ർ ചൊല്ലുന്നത് ഉത്തമമാണ്, വലിയ പ്രതിഫലമുള്ളതാണ്. പക്ഷേ നമ്മൾ സമയപരിധിയുള്ളത് കൊണ്ട് നമ്മിൽ പലരും ഈ ദിക്ർ ചൊല്ലാറില്ല. എന്താണ് ആ ദിക്ർ? സുബ്ഹാനദിൽ മുൽക്കി വൽ മലകൂത്ത്, സുബ്ഹാനദിൽ ഇസ്സത്തി വൽ അളമത്തി വൽ ഖുദ്റത്തി വൽ കിബ്രിയാഇ വൽ ജബറൂത്ത്, സുബ്ഹാനൽ മലിക്കിൽ ഹയ്യിൽ ലദീ ലാ യനാമു വലാ യമൂത്ത്, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുനാ വറബ്ബുൽ മലായികതി വറൂഹ്. എന്താണ് ഈ ദിക്ർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സർവ്വ ആധിപത്യമുള്ളവൻ അത്ര പരിശുദ്ധൻ. ആരാണ് ആധിപത്യമുള്ളവൻ? അല്ലാഹു. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ. ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കണം, എന്തൊക്കെ സംഭവിക്കാതിരിക്കണം എന്നൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്യുന്ന റബ്ബ്. ആ റബ്ബാണ് ആധിപത്യമുള്ളവൻ. ആ റബ്ബിനാണ് എല്ലാ കഴിവുള്ളത്. പ്രതാപവും മഹത്വവും കഴിവും ഗാംഭീര്യവുമുള്ളവൻ എത്ര പരിശുദ്ധൻ. ഉറങ്ങാത്തവനും മരിക്കാത്തവനുമായ രാജാവ് എത്ര പരിശുദ്ധൻ. നമ്മുടെയും മലക്കുകളുടെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ രക്ഷിതാവ് എത്രയോ പരിശുദ്ധനാണ്. ഇനി മൂന്നാമതായി ചെയ്യേണ്ട കാര്യം വിത്ർ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ. വിത്ർ നിസ്കാരത്തിന് ശേഷം വിത്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ നാം ചൊല്ലേണ്ട ഒരു ദുആ ഉണ്ട്. എന്താണത്? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഈമാനൻ ദായിമ വനസ്അലുക ഖൽബൻ ഖാശിഅ വനസ്അലുക ഇൽമൻ നാഫിഅ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ യാ കരീം എന്ന ഈ ദിക്ർ ചൊല്ലൽ പ്രത്യേകം കൂടിയുള്ളതാണ്. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ സ്ഥിരമായി ഈമാൻ, വിനയമുള്ള ഹൃദയവും ഉപകാരപ്രദമായ അറിവും ചോദിക്കുന്നു. അല്ലാഹുവേ, നീ ഏറെ മാപ്പ് നൽകുന്നവനും ഔദാര്യമുള്ളവനുമാണ്. മാപ്പ് നൽകാൻ നീ ഇഷ്ടപ്പെടുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ. ഇനി നാലാമതായി നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. എന്താണത്? ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദാഹം തീർന്നു, നരമ്പുകൾ നനഞ്ഞു. അല്ലാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ റമളാനിലെ വിധിവാക്യങ്ങളാണ്. റമളാനിൽ നാം സ്ഥിരമായി ചൊല്ലേണ്ട ദിക്റുകളാണ്. എന്താണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പാപമോചനങ്ങൾ, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ, അതുപോലെ തന്നെ കലിമത്ത് തൗഹീദ്, അതുപോലെ തന്നെ സ്വർഗ്ഗത്തെ ചോദിക്കുക, നരകത്തെ തൊട്ട് കാവൽ തേടുക. ഈ 4 കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കലിമത്ത് തൗഹീദ്, അസ്തഗ്ഫിറുല്ലാഹ് അത് ഇസ്തിഗ്ഫാറാണ്, നമ്മുടെ പാപങ്ങളെ പൊറുക്കാൻ വേണ്ടിയാണ്. അസ്അലുകൽ ജന്ന സ്വർഗ്ഗത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. വ അഊദു ബിക മിനൻ നാർ നരകമോചനത്തിനായി എന്താക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇത് 4ഉം കോർത്തു നോക്കിക്കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനൻ നാർ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നോമ്പ് കേവലം വിശപ്പും ദാഹവും സഹിക്കലല്ല, മറിച്ച് നമ്മുടെ കണ്ണും കാതും നാവും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നോമ്പ് അനുഷ്ഠിക്കലാണ്. ഈ റമളാനിലെ എല്ലാ പകലുകളും പ്രാർത്ഥനകൾ കൊണ്ട്, രാത്രികൾ തറാവീഹും ഖുർആൻ പാരായണം എന്നിവ കൊണ്ടും നമുക്ക് ധന്യമാക്കാം. അള്ളാഹു നമ്മുടെ നോമ്പും നിസ്കാരവും ദാനധർമ്മങ്ങളും സ്വീകരിക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, ഖത്തം തീർക്കുവാനുള്ള ഏറ്റവും എളുപ്പമാർഗമുണ്ട്. നമുക്ക് ഒറ്റയിരുത്തത്തിൽ ഒരു ജുസ് മുഴുവനും അല്ലെങ്കിൽ 10 പേജ് മുഴുവനും അപ്പുറം ഓതി തീർക്കേണ്ട ആവശ്യമില്ല. സുബ്ഹിക്ക് മുമ്പ് 2 പേജ്, സുബ്ഹിക്ക് ശേഷം 2 പേജ്, 4 പേജായി.
ളുഹറിന് മുമ്പ് 2 പേജ്, ളുഹറിന് ശേഷവും 2 പേജ്. അതുപോലെ തന്നെ അസറിന് മുമ്പ് 2 പേജ്, അസറിന് ശേഷവും 2 പേജ്. മഗ്രിബിന് മുമ്പ് 2 പേജ്, മഗ്രിബിന് ശേഷവും 2 പേജ്. ഇശാഇന് മുമ്പ് 2 പേജ്, ഇശാഇന് ശേഷവും 2 പേജ്. ഇങ്ങനെ 2 പേജായി ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ജുസ് നമുക്ക് തീർക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വരാൻ പോകുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമളാനെ വേണ്ട പോലെ പരിഗണിക്കുവാനും വേണ്ട പോലെ കർമ്മങ്ങൾ ചെയ്യുവാനും നാളെ അല്ലാഹുവിൻ്റെ മഹ്ശറാവൻ സഭയിലെത്തുമ്പോൾ ഈ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.